ഏതായാലും ഇതിനോടകം തന്നെ ലതീഷ്, കോഴിക്കോട് ഈ ജില്ലയിൽ വ്യാപകമായ തെരച്ചിൽ എന്ന് പറയുന്ന ഒരു വിവരം വരുന്നുണ്ട്. കണ്ണൂരിൽ നിന്ന് ജയിൽ ചാടി തൊട്ടടുത്തുള്ള ജില്ലകളിലേക്ക് പോകാം, അതിലൂടെ കേരളം കടക്കാൻ ഇയാൾ ശ്രമിച്ചിട്ടുണ്ടാകാം. അല്ലെങ്കിൽ മാത്രമല്ല, പോലീസിൻ്റെ പരിശോധന ഉള്ളതുകൊണ്ട് തന്നെ സാധാരണ ഇത്തരം കേസുകളിലൊക്കെ പ്രതികൾ ജയിൽ പുള്ളികൾ എവിടെയെങ്കിലുമൊക്കെ ഒളിക്കാറാണ് പതിവ്. അധിക ദൂരം അവർക്ക് അങ്ങനെ പോകാൻ കഴിയില്ല എന്നൊക്കെയുള്ള സാധ്യതകളുണ്ട്, അനുമാനമുണ്ട്. അത് മുൻ അനുഭവങ്ങളുടെയും കേസുകളുടെയും പശ്ചാത്തലത്തിലാണ് നമ്മൾ അത്തരം കേസുകളും വാർത്തകളുമൊക്കെ കാണുമ്പോൾ കണ്ടിട്ടുണ്ട്. ജയിൽ ചാടിയ പുള്ളി പിന്നീട് ഒരു പകൽ അല്ലെങ്കിൽ പിന്നീട് മണിക്കൂറുകളോളം സുരക്ഷിതമായ ഏതെങ്കിലും ഒരു ഇടത്തിൽ ഒളിച്ചിരിക്കുക, പിന്നീട് ഏറ്റവും കുറച്ചുകൂടി മെച്ചമായി കഴിയുമ്പോൾ അവിടം വിടാം എന്നൊക്കെ കരുതുന്നു എന്ന് പറയപ്പെടാറുണ്ട്. പക്ഷേ ഇയാൾ ഈ ട്രെയിൻ യാത്രയിലൂടെ കേരളം കടക്കാനുള്ളൊരു ശ്രമം, അതിന് നല്ല സാധ്യത പോലീസ് കാണുന്നു. ഇതുകൂടി പരിഗണിച്ചുള്ള പരിശോധനകൾ ഇപ്പോൾ നടക്കുകയാണോ ലതീഷ്? ശരത്ത്, പ്രധാനമായും കോഴിക്കോട് ജില്ലയിൽ റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് തന്നെയാണ് പരിശോധന നടക്കുന്നത്. സമീപ ജില്ല എന്നുള്ള നിലയിൽ തന്നെ ജില്ലയിൽ വ്യാപകമായി തന്നെ അലേർട്ട് ഉണ്ട്. സ്വാഭാവികമായും പോലീസിന്റെ പരിശോധന ആ നിലയിൽ ബസ്സുകളും സ്വകാര്യ ബസ്സുകളും ഉൾപ്പെടെ കേന്ദ്രീകരിച്ചും നടക്കുന്നതായി തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പ്രധാനമായും കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലടക്കം പോലീസിന്റെ പരിശോധനയുണ്ട്. ശരത്ത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ട്രെയിൻ യാത്രയിലൂടെ രക്ഷപ്പെടാനുള്ള ഒരു സാധ്യത പോലീസ് മുൻകൂട്ടി കാണുന്നുണ്ട്. ആ നിലയിലുള്ള പരിശോധനയാണ് ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സമീപ ജില്ല എന്നുള്ള നിലയിൽ കൂടിയാണ് കോഴിക്കോട് ജില്ലയിൽ വ്യാപകമായ പരിശോധന പോലീസ് ആരംഭിച്ചിരിക്കുന്നത്. ശരത്, ഈ ലോക്കൽ കമ്പാർട്ട്മെന്റിൽ കയറി ഏതെങ്കിലും ഒരു ട്രെയിനിൽ കയറി കടക്കുക എന്നുള്ളൊരു സാധ്യത, അങ്ങനെ ആണെങ്കിൽ അങ്ങനെ കഴിയണമെങ്കിൽ ഇയാൾ ഓപ്റ്റ് ചെയ്യാവുന്ന ഓപ്ഷൻസ് അതിൽ കോഴിക്കോട് ഉണ്ടാകാം. ഇയാൾ കണ്ണൂരിൽ നിന്ന് കോഴിക്കോട് എത്തുക, അല്ലെങ്കിൽ ആ റൂട്ട് പിടിക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ കരുതുന്നുണ്ടോ പോലീസ്? പ്രധാനമായും നമുക്ക് നൽകുന്ന വിവരം ഒരു സാധ്യത മാത്രമാണ് കോഴിക്കോട് ഭാഗത്തേക്ക്. അതായത് കേരളത്തിൽ കൂടെ ഇയാൾ സഞ്ചരിക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ കണ്ണൂരിൽ നിന്ന് കാസർഗോഡ് വഴി മംഗലാപുരം, അങ്ങനെയല്ലേ കുറെ കൂടി എളുപ്പം? തീർച്ചയായും ആ നിലയിൽ മംഗലാപുരം എത്തിയാൽ കൂടുതൽ സുരക്ഷിതമായി രക്ഷപ്പെടാനുള്ള ഒരു സാഹചര്യം ഇദ്ദേഹത്തിന് ഉണ്ടാകും എന്നുള്ള നിലയിലാണ് പോലീസിന്റെ അനുമാനം. എങ്കിൽ പോലും വളരെ ആസൂത്രിതമായ ഒരു ജയിൽ ചാട്ടം, അതുകൊണ്ട് തന്നെ ഇദ്ദേഹം എവിടെ ഒളിച്ചു എന്നത് സംബന്ധിച്ചുള്ള ഒരു ആശങ്ക പോലീസിനുണ്ട്, അല്ലെങ്കിൽ സംശയം പോലീസിനുണ്ട്. നേരത്തെ ശരത്ത് സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ദിവസമൊക്കെ ഒരു സ്ഥലത്ത് തങ്ങി രക്ഷപ്പെടാനൊക്കെയുള്ള സാധ്യത പോലും പോലീസ് മുൻകൂട്ടി കാണുന്നുണ്ട്. കാരണം മൊബൈൽ ഫോൺ നിലവിൽ കൈവശമില്ല. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ ട്രാക്ക് ചെയ്യുക വളരെ എളുപ്പമല്ല എന്നാണ് പോലീസ് നൽകുന്ന വിവരം. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ പുതിയ ചിത്രം ഉൾപ്പെടെ വ്യാപകമായി പ്രചരിപ്പിക്കുന്നതും സമൂഹ മാധ്യമങ്ങൾ വഴിയുമെല്ലാം പരമാവധി ആളുകളിലേക്ക് ഇദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ ഫോട്ടോ ഉൾപ്പെടെ പ്രചരിപ്പിക്കുന്ന പ്രവർത്തനത്തിലേക്കാണ് പോലീസ് കടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായും അത് ലതീഷ് പറഞ്ഞതുപോലെ ലതീഷ് ഇപ്പോൾ പറഞ്ഞതുപോലെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാവരും ഈ വാർത്ത കാണുമ്പോൾ തന്നെ എല്ലാവരും ഉള്ളിലേക്ക് എടുക്കേണ്ടത്, മനസ്സിലേക്ക് എടുക്കേണ്ടത് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന, ഇടതുഭാഗത്ത് കാണുന്ന ഗോവിന്ദച്ചാമി എന്ന കൊടും ക്രിമിനലിൻ്റെ ആ ചിത്രമാണ്. അതിപ്പോഴത്തെ ചിത്രമാണ്, ജയിൽ അധികൃതരിൽ നിന്ന് കിട്ടിയ ചിത്രം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ്, കാരണം ഇങ്ങനെ ഒരാൾ നമ്മളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ, സംശയാസ്പദമായ നിലയിൽ, നമ്മൾക്ക് സംശയം തോന്നുന്ന നിലയിൽ സംശയം തോന്നിയാൽ ബന്ധപ്പെടേണ്ടതുണ്ട് എന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് നിരന്തരം സ്ക്രീനിൽ ഗോവിന്ദച്ചാമിയുടെ ചിത്രം ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നതുകൂടിയുണ്ട്. കണ്ണൂർ ജയിലിൻ്റെ ചിത്രങ്ങളും ദൃശ്യങ്ങളൊക്കെ ഉള്ളപ്പോൾ തന്നെ നിരന്തരം ഗോവിന്ദച്ചാമിയുടെ ഇത് മുൻകാല ചിത്രങ്ങളാണ് കാണുന്നത്, ഇപ്പോൾ കാണുന്നതാണ്, ഇപ്പോൾ ഇയാൾ ഇങ്ങനെ എന്നുള്ളതാണ്. അത് മനസ്സിൽ വെക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്.